എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോലുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. കരങ്ങളടിച്ച് ഒന്നിച്ച് പാടാം. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകളടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകളടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ആരുമില്ലാതേകനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ, ആരുമില്ലാതേകനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയും വെഞ്ചരിക്കാനുള്ള വസ്തുക്കളൊക്കെ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് കർത്താവിന്റെ അഭിഷേകം നമ്മുടെ എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കപ്പെടുവാൻ, എവിടെയെല്ലാം വെഞ്ചരിപ്പ് കിട്ടണം ആ മേഖലയിലേക്കെല്ലാം വ്യാപരിക്കപ്പെടുവാൻ സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? പോരാ 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 പോരാ. സ്വരമുയർത്തി. അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, കൃപ നിറയട്ടെ. സ്തുതിപ്പിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ
പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിലോ വിട്ടൊഴിഞ്ഞു പോകുക. കരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗാനത്തോട് ചേർന്ന് യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സ്വരമുയർത്തി യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിന്റെ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിന്റെ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. 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 യേശുവേ നന്ദി. മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, ജീവൻ നൽകുന്ന ദൈവം. ഓരോ മക്കളും പ്രാർത്ഥിക്കുക, ഈശോയെ ജീവൻ തരണേ എന്ന് പ്രാർത്ഥിക്കുക. നരനായി വന്നു പിറന്നവനേ, കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ കർത്താവേ. പ്രാപ്യന്മാരോടൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും കർത്താവേ, നീ
പരിശുദ്ധൻ ശക്തിയോടെ പരിശുദ്ധൻ തീക്ഷ്ണതയോടെ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. യേശുവേ നന്ദി. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞേ. ഫിലിപ്പോസിനെ സംഭവിച്ചുകൊണ്ടുപോയ അതേ ദൈവത്തിന്റെ സാന്നിധ്യ ഷണ്ഡനായ മനുഷ്യന്റെ അടുത്തേക്ക് ഫിലിപ്പോസിനെ പറഞ്ഞുവിട്ട അതേ ദൈവം തന്നെയാ, അതേ യേശു തന്നെയാ ഈ പരിശുദ്ധ കുർബാനയിൽ. ഒന്ന് നോക്കിക്കേ. തിരുവചനം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനെ മാമോദീസ എന്ന കുദാശയിലൂടെ കർത്താവ് കൊടുക്കുകയാ. വായിച്ചത് വചനമോ മക്കളെ? വചനം ധ്യാനിച്ചപ്പോൾ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ദൈവം നിയോഗിച്ച ഫിലിപ്പോസിനെ ദൈവമായ കർത്താവ് അങ്ങോട്ട് അയക്കുകയാണ്. ഷണ്ഡനായ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ വാഹനത്തിന്റെ അടുത്തേക്ക്. അത് ചാടിക്കീറിയൊന്നുമില്ല. അതിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ അഭിഷേകം അങ്ങോട്ട് വ്യാപരിക്കുക. പരിശുദ്ധ കുർബാനയോട്, യേശുവിനോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ അവനിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുക. വചനം തിരിച്ചറിയുവാനുള്ള, വചനം വ്യാഖ്യാനിക്കുവാനുള്ള കർത്താവിൻ്റെ അഭിഷേകം ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് കൊടുക്കുക. ഒന്ന് നോക്കിക്കേ. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് നോക്കിക്കേ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ട് എന്ന് കാണാതെ വിശ്വസിക്കുന്ന ഓരോ മകനും മകളും ഭാഗ്യവാനാണ് എന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായോട് ഈശോ പറയുകയാണ്. അല്പവിശ്വാസത്തോടെ കടന്നു വന്നാൽ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കില്ല. വിശ്വാസിയായിരുന്നാൽ നീ പരിപൂർണമായിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച മഹത്വം കാണാൻ പറ്റും. മക്കള് പ്രാർത്ഥിച്ച് അഭിഷേകം ഒഴുകിയിറങ്ങുക. അനുഭവിച്ച വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. 13 ആഴ്ചയായിട്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഒരു മകളാണ് ഞാൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജീവിത പങ്കാളിയെയും കുഞ്ഞിനെയും വിട്ട് വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ എൻ്റെ പങ്കാളിയും ആയോ കുഞ്ഞുമായോ ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ആരാധനയിൽ പങ്കുചേർന്നതിൻ്റെ ഫലമായി 9ാമത്തെ ആഴ്ചയിൽ എൻ്റെ ജീവിത പങ്കാളി ഫോണിൽ വിളിക്കുകയും എൻ്റെ കുഞ്ഞിനെ കാണുവാനുള്ള സാഹചര്യം ഒരുക്കിത്തരികയും ചെയ്തു. ഇതുകൂടാതെ എൻ്റെ ശരീരത്തിൽ 2 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു മുഴ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ബ്രദർ ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തി സാക്ഷ്യം വായിക്കുന്നതിനെ തുടർന്ന് ക്യാൻസർ രോഗികൾക്കായി ബ്രദർ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഈ അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ മുഴ അപ്രത്യക്ഷമായി. അനുദിനം എനിക്ക് ദൈവം ചൊരിയുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കരമുയർത്തി രോഗികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. മാരക രോഗങ്ങള് ശരീരങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, മരുന്നോ ലേപനമോ ഔഷധമല്ല, ദൈവത്തിന്റെ വചനമാണ് സുഖപ്പെടുത്തുന്നത്. കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു.
യേശുവേന്ന് വിളിക്കുന്നു. വചനശക്തി വ്യാപരിക്കട്ടെ. യേശുനാമത്തിലോ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. പൈശാചിക ശക്തികളോ ശരീരങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അത്ഭുത ശക്തിയാല്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവിക ശക്തിയാല് എല്ലാ പൈശാചിക ശക്തികളും മാനസിക രോഗത്തിന്റെ ദുരാത്മസേനകള് ശരീരങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിത്യനരകത്തിലേക്ക് അവ നിബന്ധിക്കപ്പെടുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എന്റെ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എന്റെ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. നാളുകൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വന്നിടുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വന്നിടുവാൻ കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുന്നിൽ കടൽ രണ്ടാകുന്നേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുന്നിൽ കടൽ രണ്ടാകുന്നേ. ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നിന്നു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടി. ഒന്നിച്ചു നിന്നു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടി. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. 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 യേശുവേ ഞാൻ വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. അഭിഷേകം ഞാൻ വിശ്വാസത്താൽ വ്യാപരിക്കുന്നു. യേശുവിൻ ശക്തി വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. വിശ്വാസത്താൽ കടൽ രണ്ടാകുന്നേ. കാണുന്നു ഞാൻ
വിശ്വാസത്താൽ എന്നുടെ ചെങ്കടൽ രണ്ടാകുന്നേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുടെ ചെങ്കടൽ രണ്ടാകുന്നേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുടെ ചെങ്കടൽ രണ്ടാകുന്നേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുടെ ചെങ്കടൽ രണ്ടാകുന്നേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുടെ ചെങ്കടൽ രണ്ടാകുന്നേ അഭിഷേകം ഞാൻ വിശ്വാസത്താൽ ഈശോ വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. ഓരോ വ്യക്തികളിലും വചനം വെളിപ്പെടുന്നു. വിശ്വാസത്താൽ വിശ്വാസം വെളിപ്പെടുന്നു. വിശ്വാസത്താൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ വിശ്വാസാഭിഷേകം വിശ്വാസത്താൽ 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 കാണുന്നു ഞാൻ വിശ്വാസത്താൽ യേശുവേന്ന് വിളിക്കുന്നു. വിശ്വാസം വ്യക്തി ജീവിതങ്ങളിലോ വെളിപ്പെടുന്നു. കരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു. അല്പവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുവാൻ ഈശോ നമ്മോട് പറയുന്നു. കരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒരു സാക്ഷിയോടെ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ആർപ്പക്കര ചെറുപുഷ്പം പള്ളി ഇടവക അംഗമാണ്. വർഷങ്ങളായി കുടമാളൂർ ആരാധനയിലും കുർബാനയിലും പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 9 എൻ്റെ മകൻ മിഥുൻ 25 ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. കടുത്തുരുത്തിയിൽ വെച്ച് ഒരു പിക്കപ്പ് വാൻ ഇടിച്ച് നിർത്താതെ അവർ പോയെങ്കിലും തൊട്ടടുത്ത് വന്ന യാത്രക്കാർ അവനെ മുട്ടുചിറ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഏറ്റുമാനൂരായപ്പോഴേക്കും വേദന അസ്വസ്ഥതയും കൂടി മാതാ ഹോസ്പിറ്റലിൽ കയറ്റി. തലയ്ക്ക് മുറിവും തുടയിലിന് പൊട്ടലും ഉണ്ടായിരുന്നു. തലയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ തലയുടെ അസ്ഥി പൊട്ടി തലച്ചോറിൽ കൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ നടത്തി. ചൊവ്വാഴ്ച ഡോക്ടർ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഒരു അപകടം ഉണ്ടായി. അത് ബ്രെയിനിനോട് ചേർന്ന് ഒരു അസ്ഥി പൊടിഞ്ഞിരിക്കുന്നത് ബ്രെയിനിന് ഒരു ആഘാതവും കൂടാതെ ഓപ്പറേഷൻ ചെയ്ത് അത് പുറത്തെടുക്കുവാൻ സാധിച്ചു എന്ന്, അത്ഭുതകരമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഡോക്ടർ പറയെങ്കിലും ഞരമ്പുകൾക്ക് കേട് സംഭവിച്ചിട്ടുള്ളതിനാൽ എന്ന് സംസാരിക്കുമെന്നോ എത്രത്തോളം സംസാരിക്കുമെന്നോ പറയാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ അവൻ്റെ അരികിൽ വിട്ടു. അവനെ കണ്ടപ്പോൾ അവൻ കയ്യിൽ എഴുതി കാണിച്ചു, നമ്മുടെ അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണമെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ പറയുക. പിന്നെ സിസ്റ്റർ പേന എടുത്തുകൊണ്ട് വന്നു, പേപ്പർ കൊണ്ടുവന്ന് സിസ്റ്റർ കൊടുത്തു, എഴുതി കാണിച്ചു. ഐസിയുവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ മാർട്ടിൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ബ്രദർ പറഞ്ഞു, അവന് ഒന്നും സംഭവിക്കുകയില്ല, സാക്ഷ്യം എഴുതി കൊടുത്തുകൊള്ളാമെന്ന് നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ സിസ്റ്റർ എന്നെ വിളിക്കാൻ സ്വരം കേൾപ്പിച്ചു എന്ന് പറഞ്ഞ് സൗണ്ട് ശൂശു എന്നൊരു സ്വരം കേട്ടു. അവൻ്റെ വായിൽ നിന്നൊരു സ്വരം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈശോയെ എന്ന് പറയാൻ അമ്മ അടുത്ത് ചെന്നിട്ട് ഈശോയെ എന്ന് മോൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഈശോയെ എന്ന് പറഞ്ഞു. അങ്ങനെ 12 ദിവസം ഐസിയുവിൽ കിടന്നു. പിന്നെ റൂമിൽ വിട്ടു. ഇവിടെ 6 ദിവസം കൂടി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ അവൻ സംസാരിക്കാൻ സാധിക്കും. ഒരു ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ. 1 മാസം മുതൽ 1-ാം തീയതി മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ സ്നേഹം വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുകയാ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? അവന്റെ സാന്നിധ്യം വ്യക്തി ജീവിതങ്ങളിൽ ഇതാ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി എല്ലാ മക്കളും യേശുവേന്ന് വിളിക്കുന്നു. ഊമന് സംസാരശേഷി കൊടുത്ത അതേ യേശു തന്നെ ഇന്ന് പരിശുദ്ധ കുർബാനയിലോ ജീവനോടെ വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ?
കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി. നമ്മൾ എത്തിയടിച്ചു പാടാം. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. 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 യേശുവേന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. സ്വരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞെങ്ങനെ വിളിച്ച് ശൂ ശൂ എന്ന് വിളിക്കുക? യേശുവേന്ന് വിളിച്ച് തഴക്കമുള്ള നാവിലൂടെ അമ്മ പറഞ്ഞു കൊടുക്കുക, മോനെ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി അമ്മ എന്ന് യേശുവെന്ന് വിളിക്കുന്ന. അതുകൊണ്ട് മോൻ യേശുവെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ യേശുവേന്ന് വിളിക്കാൻ അവന് സാധിച്ചെങ്കിൽ അമ്മയുടെ വിശ്വാസുവ ഈ കൂട്ടായ്മയിലൂടെ ദൈവം ചൊരിയുന്ന കാരുണ്യ മകനെ മകളെ. ഓടി നടക്കുക. എവിടെയാ രക്ഷ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. പരിശുദ്ധ കുർബാനയിലൂടെയാണ് രക്ഷ. തിരിച്ചറിയുക. ഓരോ അടയാളങ്ങളും ഓരോ അത്ഭുതങ്ങളും ഓരോ അവിശ്വാസിയെയും വിശ്വാസത്തിലേക്ക് നയിക്കുവാനുള്ളതാ. എത്ര പേരാ ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോ അവിശ്വാസിയെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഓരോ മക്കളും സഹനങ്ങളിലൂടെ കടന്നുപോയിട്ട് രക്ഷ കാണിച്ചു തരികയാണ്. പ്രാർത്ഥിച്ച് ഒരു സാക്ഷിയോടെ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് റാണി. ഞാനിവിടെ സ്ഥിരമായി ആരാധനയിൽ പങ്കുചേരുന്ന വ്യക്തിയാണ്. 1 മാസമായിട്ട് എൻ്റെ വായിൽ മൊത്തം പൊട്ടുകയും മോണ മുഴുവൻ പഴുക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. ഓരോ ദിവസവും വേദന കൂടി വന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഡോക്ടർ പറഞ്ഞു, ഇനിയും മോണയിലെ പഴുപ്പ് മാറിയില്ലെങ്കിൽ ഫ്രണ്ടിലെ 2 പല്ല് എടുത്തു കളയണമെന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഭയങ്കര വേദനയോടെ ആരാധനയിൽ പങ്കുചേരുമ്പോൾ എൻ്റെ ഭർത്താവ് പ്രാർത്ഥിച്ചു, ഈ വെള്ളിയാഴ്ചക്ക് മുമ്പ് വായിലെ അസുഖം മാറ്റിത്തരികയാണെങ്കിൽ ആരാധനയ്ക്ക് സാക്ഷ്യം എഴുതിക്കൊള്ളാമെന്ന്. ഈ ബുധനാഴ്ച ഡോക്ടറെ കാണിക്കുകയും മോണയുടെ പഴുപ്പ് മാറി എന്ന് പറയുകയും പല്ലെടുക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്തു ചോദിച്ചാലും ഞങ്ങൾക്ക് തരുന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അമ്മയോട് ചേർന്ന് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ സൗഖ്യം കൊടുത്തു.
യുഗാന്ത്യം വരെ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും. സൗഖ്യം തരുവാൻ, അനുഗ്രഹിക്കുവാൻ, അഭിഷേകം ചെയ്യുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ. ഇതാ അപ്പത്തിന്റെ രൂപത്തിലോ യേശു കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി നിറയട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രിയ ദൈവജനമേ, പരിശുദ്ധ കുർബാനയിലാണ് യേശു വസിക്കുന്നത്. കരമുയർത്തി ആ യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുണ്ടോ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. ആരാധിച്ചാൽ വീഴുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വീഴുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളി പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളി പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ. കരമുയർത്തിയെടുത്ത് പാടാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പാടി സ്തുതിച്ചാൽ ശക്തി പകരും, പരിശുദ്ധമാവിനാൽ അവൻ നിറയ്ക്കും. പാടി സ്തുതിച്ചാൽ ശക്തി പകരും, പരിശുദ്ധമാവിനാൽ അവൻ നിറയ്ക്കും. സാത്താന്യ ശക്തികൾ വിട്ടുപോയിടും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സാത്താന്യ ശക്തികൾ വിട്ടുപോയിടും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. യേശുവേ, സ്വരമുയർത്തി എല്ലാവരും ചേർന്നോ? യേശുവേന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം മാരക രോഗങ്ങളിൽ നിന്ന് മക്കൾക്ക് വിടുതൽ നൽകുകയും
ഞരമ്പിന്റെ അസ്വസ്ഥതയിൽ നിന്ന് ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സുഖപ്പെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. യേശുനാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഈ ആലയത്തില് സംഭവിക്കട്ടെ. മക്കള് പ്രാർത്ഥിച്ചേ, കരമൊന്ന് കൂപ്പിപ്പിടിച്ചേ, ഭയഭക്തിയോടെ ഒന്നായിരുന്നേ. എത്ര തീഷ്ണതയോടെ നമ്മൾ കർത്താവിൻ്റെ ആലയത്തിൽ വരണ്ടേ. എന്തുമാത്രം സുഖപ്പെടുത്തുവാൻ സന്നദ്ധനായ ഒരു ദൈവമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. എന്തുമാത്രം കൃപ തരുവാൻ, അനുസരണയുടെ കൃപ തരുവാൻ, അനുസരണക്കേടിന്റെ ആത്മാവിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് അനുസരണയുടെ അഭിഷേകം തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നത്. നമുക്ക് അവനെ അനുസരിക്കാം, അവന്റെ വചനത്തെ അനുസരിക്കാം. എത്ര പേര്, എത്ര പ്രവാചകന്മാര് ഇത് അനുഭവിക്കാൻ ആഗ്രഹിച്ച, അവർക്ക് സാധിച്ചില്ല. നമ്മളോ ഇന്ന് അനുഭവിക്കുകയും എത്ര പ്രവാചകന്മാര് നമ്മൾ ഈ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചതാ. നമ്മൾ വില കൊടുക്കുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ, പരിശുദ്ധ കുർബാനയിലേക്കൊന്ന് നോക്കിക്കേ. എനിക്ക് വിശ്വാസമുണ്ടോ? യേശു ഇതിലുണ്ട്. ഈ യേശുവാണ് ഈ സൗഖ്യമെല്ലാം കൊടുത്തത്. യേശുവാണ് ഇവിടെ കൃപ ചൊരിയുന്നത്. യേശുവാണ് ബ്രദറിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ജീവനുള്ള ദൈവ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ദൈവ ശക്തി തരുന്നേ. അവനെന്ന് ജീവിക്കുക. അപ്പത്തുണ്ടിനുള്ളില് കൊടുങ്കാറ്റിനെ ഒടുക്കിയവനുണ്ട്. ഈ അപ്പത്തുണ്ടിനുള്ളില് ഒന്ന് നോക്കിക്കേ. കടലിനെ ശാസിച്ചവനുണ്ട്. ഈ അപ്പത്തുണ്ടിനുള്ളില് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഒന്ന് നോക്കിക്കേ. ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ നേരെയില്ല. ബെത്സയിദ കുളക്കരയിൽ കടന്ന രോഗിയായ മനുഷ്യന്റെ അടുത്തേക്ക് ഈശോ കടന്നു ചെന്ന് അവന് വരാൻ ഒരു നിവൃത്തിയില്ല. പക്ഷെ അവന് ആഗ്രഹമുണ്ട്, കൊള ഇളകുമ്പോ ആരെങ്കിലും ഒന്ന് എടുത്ത് കടത്തിയിരുന്നെങ്കിലോ സുഖം പ്രാപിച്ചേനെ. ഒന്ന് എടുത്തിട്ടാ മതിയായിരുന്നു ആ കുളത്തിലേക്ക്. ബ്രദർ കണ്ടത് ആ കുളം, ബെത്സയിദ കുളം. അതിന്റെ അടുത്ത് പോയി നിൽക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ കുളക്കരയില് 38 വർഷക്കാലം രോഗശാന്തി പ്രതീക്ഷിച്ച് കിടന്ന് മകന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്ന് ശതാധിപന്റെ ഭൃത്യനെ യേശു സുഖപ്പെടുത്തുന്നുണ്ട്. ശതാധിപൻ യേശുവിന്റെ അടുത്ത് ചെല്ലുകയാ, എന്റെ ഭൃത്യൻ ആകപ്പാടെ പോക്കായിട്ട് കിടക്കുക. പക്ഷെ നീ വരുമൊന്നും വേണ്ട, നീ ഇവിടെ ഒന്ന് കൽപ്പിച്ചറിയാല് എന്റെ പുത്രൻ, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. വിശ്വാസമാ. ഇസ്രായേലില് ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഈശോ പറയുകയാണ്, എന്നാ വിശ്വാസമാ. നീ ഇവിടെ ഒന്ന് കൽപ്പിച്ചാല് ദൂരദേശത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് ശതാധിപന്റെ വിശ്വാസം. ഇതുപോലുള്ളൊരു വിശ്വാസം ഈ പള്ളി നിൽക്കുന്ന ഒരു മകളിലും ഇസ്രായേൽ ജനത്തിലോ ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു പറഞ്ഞു. മക്കളെ, കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? മക്കള് പ്രാർത്ഥിച്ചേ. അക്രൈസ്തവരായിട്ടുള്ള മക്കൾ ഈ ആലയത്തിലുണ്ട്. ഈശോ സുഖപ്പെടുത്തുകയാണ്. ഒരു അക്രൈസ്തവ സഹോദരിയെ ഈശോ ആശ്വസിപ്പിക്കുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുക. പ്രാർത്ഥിച്ചേ. ഈശോ ഉണ്ട് മോളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യേശു പറയുകയാണ്.
പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. കൃപ ഒഴുകി ഇറങ്ങി വരുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുക. ബ്രദർ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. അങ്ങനെയല്ല. അവർക്ക് വേണ്ടി ആരെങ്കിലും കർത്താവിന്റെ ആലയത്തിൽ വന്ന് ഈശോയോട് പറയണം, ഈശോയെ നീ ഇവിടെ നിന്ന് ഒന്ന് കൽപ്പിച്ചെറിയാലോ എന്റെ കുഞ്ഞ് സുഖം പ്രാപിക്കും. കുഞ്ഞിനെ ഇട്ടേച്ച് വന്ന 2 മാതാപിതാക്കള് കർത്താവിന്റെ ആലയത്തിലുണ്ട്. 4 വയസ്സുള്ള കുഞ്ഞിനെ രോഗശായി കിടക്കുക. തിരിച്ചു ചെല്ലുമ്പോൾ ജീവനുണ്ടോന്ന് പോലും അറിയത്തില്ല. അത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നവര് ഈ ആലയത്തിലുണ്ട്. കർത്താവേ സുഖപ്പെടുത്തണേ, പ്രാർത്ഥിക്കുക. അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ദിവികാരുടെ ശക്തി ഒഴുകുക. ഈശോയെ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ച്, ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ച്, കെട്ടഴിച്ച് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച്, കെട്ടഴിച്ച് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച്, മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ ഒക്കെ കെട്ടഴിച്ച് മാറ്റണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് അഴിച്ചു മാറ്റപ്പെടട്ടെ. അവന് കുരിശിൽ നിന്ന് അവനെ ഇറക്കി മാതാവിന്റെ മടി കിടത്തുകയാണ്. ബന്ധിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരം ബന്ധനാവസ്ഥയിൽ നിന്ന് ഇറക്കിക്കിടത്തിയത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മടിയിലേക്കാ. കാസയിലുണ്ട് ജീവൻ. അമ്മയുടെ മടിയ മക്കളെ കാസ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. മക്കള് പ്രാർത്ഥിച്ചേ, ഭയഭക്തിയോടെ ആയിരുന്നേ. എത്ര രോഗികളെ ഈശോ ഇവിടെ വെച്ച് സുഖപ്പെടുത്തി, എത്ര ജീവിതങ്ങളെ കർത്താവ് കരുപ്പിടിപ്പിച്ച്, എത്ര മക്കളുടെ ജീവിതങ്ങളാ മരണത്തിൽ നിന്ന്, ആത്മഹത്യയുടെ വക്കിൽ നിന്ന് മോചിപ്പിച്ച് ഈ ആലയത്ത് നിർത്തിയിരിക്കുന്നത്. കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ഒരു വെള്ളിയാഴ്ചയല്ല, മുഴുവൻ വെള്ളിയാഴ്ചയും യേശുവിന് വേണ്ടി കൊടുക്കുക. അവൻ മരിച്ച ദിവസം അവൻ എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് പരിഹാരമായി കാൽവരി മലയുടെ നെറുകയിലോ ബലിയായി തീർന്നത് ഒരു വെള്ളിയാഴ്ചയാണെങ്കിലോ, പ്രിയ മക്കളെ, ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലോ എല്ലാ വെള്ളിയാഴ്ചയും അവന് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാ. പ്രാർത്ഥിച്ചേ. ഞാൻ അവനെ കണ്ട ആ നാള് മുതൽ ഒരു വെള്ളിയാഴ്ച പോലും മുടക്കിയിട്ടില്ല മക്കളെ. ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധി വിട്ടാൻ പോകാൻ ബ്രദർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവനോട് ചേർന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നേ. പരിശുദ്ധ കുർബാനയിലുള്ള മരണം. യേശുവേ പ്രാർത്ഥിച്ചേ. ഒത്തിരി പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിക്കുമ്പം അച്ഛൻ യേശുവിനെ ആയിട്ട് വരുക. അപ്പച്ചന്റെ അമ്മച്ചിയുടെ നാവിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ മരിക്കുകയാ. ആ അമ്പച്ചന്റെ അമ്മച്ചിയുടെ ആത്മാവിനെ ഈശോ കൊണ്ടുപോവുക. കുർബാന കിട്ടുന്നത് വരെ അവര് കടക്കുക. എന്തിനാ? തൻ്റെ ശരീരത്തോട്, തൻ്റെ ആത്മാവിനോട് ചേർത്ത് തമ്പുരാൻ അവസാന മണിക്കൂറിലും കൊണ്ടുപോവുക. എന്തിനെ സ്നേഹിക്കുമ്പോഴാ? പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുമ്പോഴാ. ഒരു യാചകനായ മനുഷ്യൻ ഒരു കടത്തിണ്ണയിലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക മരിച്ചു പോകുന്ന ഉറപ്പായപ്പോഴോ, പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ ചെന്ന് വികാരിയച്ഛനോട് വന്ന് പറയുക, അച്ഛാ, ഒരു സഹോദരൻ ഇങ്ങനെ, ഒരു അപ്പച്ചൻ വയ്യാതെ കിടക്കുക, നമുക്ക് കുർബാന കൊടുക്കാൻ കഴുത്തിൽ കൊന്തയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പച്ചൻ അടുത്തേക്ക് അച്ഛൻ കുർബാനയായിട്ട് വന്ന് ഈ അപ്പച്ചന്റെ നാവിൽ വെച്ചുകൊടുത്ത് പിന്നെ അപ്പച്ചനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അപ്പച്ചൻ എന്നും പള്ളി പോകുന്ന വ്യക്തിയാ. മക്കൾ ഉപേക്ഷിച്ചപ്പോൾ അപ്പച്ചൻ വഴിയിറങ്ങിപ്പോയി. മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിച്ച് അവസാനം മരണം കടത്തിണ്ടയില. അവിടെ ചെന്ന് സുഖപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന, ജീവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന തമ്പുരാനാണ് പരിശുദ്ധ കുർബാനയിലുള്ളത്. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ?
അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി ഒഴുകട്ടെ. കടത്തിണ്ണയിലാണെങ്കിലോ നീ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നുണ്ടല്ലോ, കടത്തിണ്ണെ വന്ന് നിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന തമ്പുരാനാണ് പരിശുദ്ധ കുർബാനയിലോ. വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മക്കളെ, ഇത്രമാത്രം ഈശോ നമ്മളെ സ്നേഹിക്കുകയാ. ആ കുരിശുരൂപത്തിലോട്ടൊന്ന് നോക്കിക്കേ. എന്നിട്ട് ഈശോ പറയുകയാ, കരം മാക്സിമം നീ വിരിച്ചു പിടിച്ചിട്ട് അവൻ ഒറ്റപ്പറച്ചില, മകനേ മകളെ ഞാൻ ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുക. ഒന്ന് വിളിച്ചേ മകളെ, യേശുവേന്നൊന്ന് വിളിച്ചേ. അവൻ അലിഞ്ഞു ചേരുക നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ജീവനിലേക്ക്, നിന്റെ ആത്മാവിലേക്ക്. അവൻ അപ്പമായിട്ട് അലിഞ്ഞു ചേരുക. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? നമുക്ക് മുട്ടുമേലായിരിക്കാം. നെഞ്ചിൽ കത്തുന്ന നേരം നെഞ്ചോടവനേ വല്ലാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വല്ലാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. കൂടാനും കോടി പാപം മറന്നെന്നെ മാറോടോട് ചേർത്തവനേ. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നോ മൊഴിഞ്ഞു. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാടിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നോ മൊഴിഞ്ഞു. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടോട് ചേർത്തവനേ. വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടോട് ചേർത്തവനേ. നെഞ്ചിൽ കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ.
വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. കോടാനും കോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് മക്കളെ വിളിക്കുന്നു. ഈശോയേന്ന് മക്കളെ വിളിക്കുന്നു. ഈശോയെ, ഈശോയേന്ന് വിളിക്കുന്നു. ആരെ മക്കളെ ഈശോ സുഖപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ യേശുവേ, യേശുവേ, യേശുവേ എന്ന് വിളിക്കാം. മുമ്പിൽ നിൽക്കുന്നവര് സ്വരമുയർത്തി വിളിക്കുന്നു. മുൻവശത്ത് നിൽക്കുന്നവര്, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവര് സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയട്ടെ. നമ്മുടെ ധ്യാനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയിലാണ്. ശുശ്രൂഷകരൊക്കെ ധ്യാനത്തിലേക്ക് പങ്കുചേരുന്നുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണ കൃപ കിട്ടുവാൻ വേണ്ടി. ലോകത്തെ വെടിഞ്ഞ്, എല്ലാ ആസക്തികളെയും വെടിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ജപമാല ചൊല്ലി ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലി ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാനിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി സമയങ്ങളിൽ, ആ സമയങ്ങളിലെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ കഴിയുന്നത്ര മക്കള് ധ്യാന സെന്ററിൽ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരണം. അത് വലിയ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ചങ്ങനാശ്ശേരി ആ ഏരിയയിലുള്ളവർ ഒക്കെ കടന്നു വന്ന് കർത്താവിന്റെ ആലയത്തിൽ വന്ന് ഒരു ദിവസമെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഈ ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് അനുഗ്രഹം കിട്ടിയ ഒത്തിരിയേറെ മക്കളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. ഈ ധ്യാന സെന്ററിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക്, ഈ ആലയത്തിലേക്ക് പറഞ്ഞു വിട്ട ഒത്തിരി മക്കളുണ്ട്. അവരോട് പറയണം, മറ്റുള്ളവരോട് പറയാൻ. അങ്ങനെ ഇത് മുഴുവൻ, ലോകം മുഴുവനിലേക്കും ഇത് വ്യാപിക്കണം. ഏകദേശം 10 വർഷത്തോളമായി ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട്. ഈ ആലയത്തിൽ വന്നിട്ട് 7 വർഷം തികയാൻ പോവുമോ? പ്രിയപ്പെട്ട നവംബറിൽ ആ സമയത്ത് തന്നെയാണ് ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. നവംബർ 16-ാം തീയതിയാണ് നമ്മുടെ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചിട്ട് 7 വർഷം തികയുന്നത്. 23-ാം തീയതി ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. നമ്മുടെ 7ാമത്തെ വർഷത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം, 7 വർഷം ഇവിടെ തികഞ്ഞതിന് ശേഷമാണ് ആ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ആ ശുശ്രൂഷയിൽ ആ സമയത്ത് തന്നെ ദിവ്യകാരുണ്യ ആരാധന നടത്തുവാൻ, ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാൻ ദൈവം, സ്വർഗം എന്നെ ഈ ശുശ്രൂഷ നിങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ചു. എന്നെ മാത്രമല്ല, നിങ്ങളെ ഓരോരുത്തരെയും എന്നോടും നിങ്ങളോടും കരുണ കാണിച്ചത് കൊണ്ടാണ് കരങ്ങൾ ഉയർത്തി ഈ കൂട്ടായ്മ സ്വർഗത്തോളം ഉയർന്നിരിക്കുകയാ. കരമുയർത്തി, തമ്പുരാനെ നിന്റെ സ്നേഹം എത്ര വലുതാ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടൊരു ജൂലൈ മാസത്തിലാണ് നമ്മളുടെ ധ്യാനം ആരംഭിക്കുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആ തിരുനാൾ ആഘോഷിക്കുന്ന ആ മാസത്തിൽ തന്നെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാൻ, ധ്യാനിക്കുവാൻ കർത്താവ് അവസരം തന്നിരിക്കുന്ന സ്വർഗീയ അഭിഷേകമാണ്. അതുകൊണ്ട് സ്വർഗം അനുവദിച്ചുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുപോലെ ആ ശുശ്രൂഷയെ സഹായിക്കുക, ധ്യാനത്തിന്റെ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ഇപ്പം നമ്മളൊരു നല്ല മൈക്ക് സിസ്റ്റം അവിടെ നമ്മൾ പിടിപ്പിച്ചു. ഏകദേശം 3 ലക്ഷത്തോളം രൂപ അടുത്തായി. ഇൻവേർട്ടർ പിടിപ്പിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കും. ഇനി കുറേ കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. കൂടുതൽ പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അവിടെ. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇപ്പോൾ വരെ ചെയ്യാനായിട്ട് കർത്താവ് അതിന് സഹായിച്ച ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവരെയൊക്കെ കർത്താവ് ഉപകരണങ്ങളാക്കി മാറ്റിയതാണ്. അവരെല്ലാം ഈ ശുശ്രൂഷയുടെ അഭിവൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞയച്ച് ഈ ധ്യാനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നോട്ടീസും ഓരോ വ്യക്തികളുടെ ദശാംശവും
നമ്മുടെ നോട്ടീസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഓരോ സ്ഥലങ്ങളിൽ തന്നെ എത്തണം, ഓരോ വ്യക്തികളിൽ എത്തണം. അത് വലിയ കൃപയുള്ളതാണ്. ദശാംശം കൊണ്ട് എൻ്റെയും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ ദശാംശം കൊണ്ട് പ്രിൻ്റ് ചെയ്ത നോട്ടീസാണ്. അതുകൊണ്ടത് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോന്നും എടുക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം. കർത്താവിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയോട് നമ്മൾ മാക്സിമം നിസ്സാരമായിട്ട് നിങ്ങൾ ഒരു നോട്ടീസിനെ പോലും കരുതരുത്. അതെല്ലാ സ്ഥലങ്ങളിലും എത്തണം. ഈ ശുശ്രൂഷയെക്കുറിച്ച് എല്ലാവരോടും പറയുക. ദൈവരാജ്യം അനേക മക്കളിലേക്ക്, ഒത്തിരി മക്കൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ പിടിച്ചു കഴിയുന്നുണ്ട്. ഈ ശുശ്രൂഷയിലേക്ക് ധ്യാനത്തിന് ക്യാൻസർ രോഗികൾ തന്നെ ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ശുശ്രൂഷയെ സഹായിക്കുന്ന മക്കളെ ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹം, ധ്യാന സെൻ്ററിനെ സഹായിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ശുശ്രൂഷയുടെ അഭിവൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട്, ഇതിനെ സഹായിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ മക്കളെയും ആത്മീയവും ശാരീരികവുമായിട്ട് സഹായിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. തോമസ് ചേട്ടനൊക്കെ അതിനെ സഹായിക്കുന്ന വ്യക്തികളാണ്. തോമസ് ചേട്ടനൊക്കെ കർത്താവിന് ഒരു പ്രതിഫലം പോലും ഇല്ലാതെ വന്ന് എത്ര രാത്രിയാകുമ്പോൾ ഇവിടുന്ന് പോകുന്നത്, ഭക്ഷണം പോലും കഴിക്കാതെ ഈ ശുശ്രൂഷയുടെ ഈ സ്തോത്രക്കാഴ്ചയ്ക്ക് എണ്ണിയെ വികാരിച്ച് വരുന്നിടം വരെയൊക്കെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ആ സഹോദരനും കുടുംബത്തെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇതിൻ്റെയൊക്കെ അഭിവൃദ്ധിക്ക് കാരണം ഒത്തിരിയേറെ മക്കൾ തങ്ങളുടെ ശരീരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നമുക്കും അങ്ങനെ ആയിത്തീരാൻ നമ്മുടെ ശരീരത്തെ ദൈവരാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം. ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ആകുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഈ ശുശ്രൂഷയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടാകുന്നിടത്തോളം മാക്സിമം ചെയ്യുക. മാക്സിമം ഈശോ നിങ്ങളെ ഇരട്ടിയായിട്ട്, മാക്സിമം അല്ല ഇരട്ടിയായിട്ട് യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് എല്ലാവരും മുട്ടുമേലായിരുന്നു കൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ
നന്ദി. ഇന്ന് ആരാധന ഏറ്റെടുത്തെടുത്ത എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും യേശുവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോ അവരെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കുക. ധ്യാന സെന്ററിനെ സഹായിക്കുന്നവരെ എല്ലാം, ശുശ്രൂഷയെ നമ്മുടെ ധ്യാനത്തെ സഹായിക്കുന്ന എല്ലാ മക്കളെയും, ധ്യാനത്തിലേക്ക് വ്യക്തികളെ പറഞ്ഞുവിടുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും യേശു ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാ. കരമുയർത്തി യേശുവേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. അഭിഷേകം വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളും സൗഖ്യം പ്രാപിച്ചു എന്ന കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. കരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പ്രിയപ്പെട്ടവരെ, എന്നെ കാണുവാൻ വേണ്ടി ആരും നിൽക്കരുത്. 20-ാം തീയതി ധ്യാനത്തിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരു ബലിയൊടി ബലിയർപ്പിക്കാം.
സമമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണഞ്ഞിടാം തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗ്ഗവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങയെ പാട്ടും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവന് പാരം കൃത്യനുമെന്ന് അനവദ്യം മമ മഹിമയ്ക്കളവിലറിവൂ ഞാൻ. തലമുറ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സമയം ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുടേകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി